ആ ഇന്ന് മോൻ വരും എന്തായാലും 2 മാസമായിട്ടുള്ളു വന്നു പോയിട്ട്. നിന്റെ മോനോ? ഓ 2 കൊല്ലം കഴിഞ്ഞിട്ടേ വരുള്ളൂന്നേ. ഓന് ശമ്പളം കുറവാ. എങ്ങനെയൊക്കെയോ തട്ടിയും മുട്ടിയും പോകുന്നുണ്ട്. ഓനെന്തിനാ ഗൾഫിൽ പോയിട്ട് ഇങ്ങനെ കഷ്ടപ്പെടുന്നത്? ഓന് നാട്ടിൽ വന്നിട്ട് ആരെങ്കിലും മാന്യമായിട്ട് വെട്ടിക്കൊന്നിട്ട് ജയിലിൽ പോയി കിടന്ന് പണിയെടുത്തൂടി. അതല്ലേ ഇപ്പഴത്തെ അന്തസ്. അമ്മേതാ ഏട്ടൻ വന്നേ. ഏത് ജാതി ബ്ലോക്കാ വഴിയിലൊക്കെ. എനിക്കാണ് ദേഷ്യം പിടിച്ചിട്ട് ഒരു 3-4 ബൈക്കാരെ ഇടിച്ചൊക്കെ തെറിച്ചു. കുറച്ചുകൂടി കേസ് വരട്ടെ, ഇന്ന് പോലീസ് വരും. ഇപ്പോൾ എനിക്ക് ശിക്ഷയിൽ ഇളവ് പ്രഖ്യാപിച്ചിരിക്കുക. അങ്ങനെ ഇളവ് പ്രഖ്യാപിച്ച് നമുക്ക് ജീവിച്ചു പോകണ്ടേ? അവിടെ തന്നെ നിൽക്കണോ? അതിനൊന്നുകൂടി ഒരു ബലപ്പെടുത്തണം. അതിന് 1-2 കുത്ത് കേസും 1-2 ക്രിമിനൽ കേസും കൂടെ പൊപ്പിക്കണം. ഞാൻ കണ്ടുവച്ചിട്ടുണ്ട്. 2 അങ്ങ് ചാമ്പണം. അമ്മയ്ക്ക് 2 വള, എനക്കൊരു 5 പവൻ നെക്ലേസ്. എല്ലാരും വരുമ്പോ കൊണ്ടുവരണ്ടേ? കഴിഞ്ഞ ആഴ്ച വരുമ്പോ കൊണ്ടുവന്നിക്കല്ലേ? അമ്മേ ഏട്ടനോട് നല്ലോണം മിനിങ്ങിണ്ടല്ലേ. എങ്ങനെയാ മിനിങ്ങാണ്ട് നിൽക്കുക? ചിക്കൻ, മട്ടൻ, മുട്ട, പാല് 4 കിലോ അപ്പം ഞാൻ കൂടിയത് 2 മാസം മുമ്പ്. അമ്മ ചിക്കൻ കറി ഒക്കെ ഉണ്ടാക്കി വെച്ചൊക്കെ നിങ്ങൾക്ക് നാടൻ ചിക്കൻ കറി. അയ്യ, ചിക്കൻ കറി ഇതൊക്കെ അവിടുന്ന് കഴിക്കുന്നല്ലേ. എനിക്ക് ഒരു ഗോതമ്പുണ്ട, കുറച്ച് കഞ്ഞി, ആ പഴയൊരു ജയിലിലെ നൊസ്റ്റാൾജിക് ഫീലില്ലേ, അത് വീട്ടിലെങ്കിലും കിട്ടുന്നല്ല വിചാരിച്ചിട്ടല്ലേ ഓടി ഇങ്ങോട്ട് വരുന്നത്. വെട്ടും കുത്തൊക്കെ ആയിട്ട് നടന്ന കാലത്ത് വല്ലാതൊരു വിഷമായിരുന്നു. ഇപ്പൊ ആലോചിക്കുമ്പോ ഒരു അഭിമാനാണ്. ഓൻ ജയിലിൽ പോയല്ലോ. വീട്ടിൽ നിന്ന് ഒരാൾ ജയിലുണ്ട് എന്ന് പറഞ്ഞാൽ ഇപ്പൊ അതൊരു അന്തസ് തന്നെയാണ്. ഇപ്പൊ തൊഴിലുറപ്പിനൊന്നും പഴയ പോലെ പണിയില്ല, കൂലിയും കുറവാ. ഞങ്ങളും കൂടി അങ്ങോട്ട് പോന്നാലോ 2 ഇവളൊക്കെ ഒന്ന് ഞാനും അങ്ങ് വരും ജയിലിൽ. ആദ്യം ഞങ്ങളൊക്കെ ഒന്ന് ഞാനേക്കും പോവോ ജയിലിലേക്ക്. നിങ്ങളൊന്ന് നിർത്തുവോ? ഇതിലും സമാധാനം ജയിലിൽ തന്നെ. നിങ്ങളൊരു കാര്യം ചെയ്യും, നിങ്ങളല്ലേ പറമ്പിലെ കൃഷിയൊക്കെ മുള്ളം പന്നി തീർത്ത് തിന്ന് നശിപ്പിച്ചെന്ന് പറഞ്ഞത്, അതിനെന്തെങ്കിലും ഒരു കെണി വെച്ച് പിടിച്ചോ. എന്നിട്ട് അതിനെ വേവിച്ച് കറി വെച്ചിട്ട് ഫോറസ്റ്റിലേക്ക് വിളിച്ചങ്ങ് പറഞ്ഞാൽ മതി. ഓര് വന്ന് അറസ്റ്റ് ചെയ്ത് ജയിലിലേക്ക് കൊണ്ടുപോകും. നമ്മളെല്ലാം കൂടി ഒന്നിച്ചൊരു 5 കൊല്ലാണെങ്കിൽ നിന്നാൽ അപ്പുറത്തെ പറമ്പൊക്കെ അല്ലേ, വീടിനോട് ചേർന്ന പറമ്പൊക്കെ നമുക്ക് വാങ്ങാം. അങ്ങനെ ഐഡിയ. ജയില് സ്വർഗ്ഗാണമ്മേ, നാട്ടിലാ ജീവിക്കാൻ പാട്. എന്റെ കൂടെ അന്ന് കൊലക്കേസിൽ 1-ാം പ്രതിയായ സുനി ജയിലിൽ നിന്ന് ഇറങ്ങിയിരിക്കുവോ? ഓൻ പരോളിൽ ഇറങ്ങിയ പിറ്റേന്ന് തന്നെ ഒരു കല്യാണവും കഴിഞ്ഞ് 101 പവനൊക്കെ കൊടുത്തിട്ട് സർക്കാർ ജോലിയിൽ ഏതോ കുട്ടീനൊക്കെ കല്യാണം കഴിച്ച് ഗംഭീര പരിപാടിയൊക്കെ അതിനത്. പിന്നെന്തെന്ന് ഓനും മരണം അവസാനം വരെ തടവല്ലേ, ആജീവനാന്ത കാലം ഒരു ജോലി നിലനിൽക്കല്ലേ, അവസാനത്തേക്ക് പെൻഷനൊക്കെ കിട്ടുന്നൊക്കെയാണ് കേൾക്കുന്നത്. ഓൾ അമ്മായിയമ്മേനെ കുത്തിക്കൊന്ന് ഇപ്പം ഹണിമൂഡ് ജയിലിൽ ആഘോഷിക്കാൻ വേണ്ടി പോവല്ലേ. ശരിക്കും നാട്ടിലുള്ള യുവാക്കളെല്ലാം ജയിലിൽ പോകണം, എങ്കിലേ നാട് നന്നാവും. ഹലോ, ഞാനെത്തി. വൈകുന്നേരം കാണൂലേ? സ്കോച്ചൊക്കെ ഉണ്ട്, ഗംഭീര പരിപാടി ഉണ്ടാക്കണം. വിസയോ? എടോ, വിസ ഗൾഫിലേക്കല്ലേ, ജയിലിലേക്കൊക്കെ ആരും വിസ എടുക്കുവോ? നീ ക്രിമിനൽ ആക്ടിവിറ്റീസിൽ ഏർപ്പെട്. ആരെങ്കിലും കുത്ത് വെട്ട്. അല്ലെങ്കിൽ പിന്നെ സ്ത്രീപീഡനല്ലേ ഇപ്പോഴത്തെ ഒരു ട്രെൻഡ്. എല്ലാവരും വഴിക്ക് ഇങ്ങനെ പോയി കൊടുക്കല്ലേ. പിന്നെ അമ്പലക്കൊള്ള നടത്താം, വിഗ്രഹം മോഷ്ടിക്കാം, എന്തൊക്കെ സംഭവം നാട്ടിൽ നടക്കുന്നത്. എന്തെങ്കിലുമൊക്കെ ചെയ്തിട്ട് അങ്ങോട്ട് വാ. അവിടെ കിട്ടാത്ത എന്താ ഉള്ളത്? അവിടെ എല്ലാം സ്വർഗഭൂമിയല്ലേ ജയില്. മാസം എല്ലാ സംവിധാനം ഉണ്ട്. അങ്ങോട്ട് കയറിപ്പോയി വൈകുന്നേരം കാണാം. ഓക്കെ. നാട് മുഴുവൻ ജയിലായി എല്ലാവർക്കും ഭക്ഷണവും തൊഴിലും ലഭിക്കുന്ന ഒരു സ്വർഗഭൂമിയായ കേരളമാണ് ഞാൻ വിഭാവനം ചെയ്യുന്നത്. താൽക്കാലിക തടവുകാരെയൊക്കെ സ്ഥിരപ്പെടുത്തണം എന്നുള്ളൊരു സമര പരിപാടി ഞങ്ങൾ പ്ലാൻ ചെയ്തിട്ടുണ്ട്. അതേപോലെ AC റൂമുകളാക്കണം, ഫാമിലി സൗകര്യങ്ങൾ കിട്ടണം. ഇങ്ങനെയുള്ള കുറെ പദ്ധതികൾ ഞങ്ങൾ മുമ്പോട്ട് പ്ലാൻ ചെയ്യുന്നുണ്ട്. ഇനി വരുമ്പോ ഇനി ജയിലിന്റെ ഒരു ഫോട്ടോ എടുത്തുകൊണ്ട് വരണം. അതിന് ഈ വീടിന്റെ ഐശ്വര്യം സെൻട്രൽ ജയിലെന്ന് പറഞ്ഞൊരു ഫോട്ടോ വെക്കാൻ വെച്ചിട്ടാ. നമ്മൾ കഴിയും ജയിലെല്ലാം നമ്മുടേതാകും പൈങ്കിളിയെ. ആളെ കൊന്നോ പീഡിപ്പിച്ചോ ജയിലിൽ പോകാൻ തോന്നുന്നു, ജയിലിൽ പോകാൻ തോന്നുന്നു. നമ്മൾ കഴിയും ജയിലെല്ലാം നമ്മുടേതാകും പൈങ്കിളിയെ. ആളെ കൊന്നോ പീഡിപ്പിച്ചോ ജയിലിൽ പോകാൻ തോന്നുന്നു, ജയിലിൽ പോകാൻ തോന്നുന്നു. അന്തസ്സിന്റെ സംസ്ഥാന बाय बाय टाटा गुड बाय गया।